അങ്ങനെ മമ്മൂട്ടിയും വർഗീയവാദിയായി. പല കുറിയും പല ഘട്ടങ്ങളിലും മമ്മൂട്ടിയെ വർഗീയവാദിയാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും സംഘികളും ക്രിസംഘികളും മറ്റുള്ള മീഡിയക്കാരും നടത്തിയിരുന്നെങ്കിൽ പോലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി മമ്മൂട്ടിക്ക് സാധിച്ചു. പുയു എന്ന സിനിമയോട് കൂടി വർഗീയവാദിയായിട്ടുണ്ട് എന്ന് ഈ വിഭാഗങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇതിന്റെ ആസ്പദമായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് പുയു എന്ന് പറയുന്ന സിനിമ ഇറക്കിയത്. ആ സിനിമയിലുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഹിന്ദു വിശ്വാസത്തെയും അതിന്റെ പ്രമാണങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് എന്ന രീതിയിലാണ് സിനിമയുടെ സംവിധായക റദീനയുടെ ഭർത്താവ് മുഹമ്മദ് അസ്കർ അർഷാദ് എന്ന് പറയുന്ന ആള് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ഇവർ തമ്മിൽ എന്നോ പിരിഞ്ഞതാണ് എന്നുള്ളതും ഒരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ വേറെയും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഇപ്പൊ വിഷയം എന്ന് പറയുന്നത് സിനിമയായി മാത്രം കണ്ടാൽ മതി എന്നാണ് മുസ്ലിം വിഭാഗത്തെയോ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തെയൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും പ്രതിഷേധിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്താൽ അതിനുണ്ടാകുന്ന കമന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രതികരണം എന്ന് പറയുന്നത് സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി, നാടകത്തെ നാടകമായിട്ട് മാത്രം കണ്ടാൽ മതി, അതിലേക്ക് മതത്തെ വലിച്ചേക്കേണ്ട കാര്യമില്ല എന്ന് ഇസ്ലാമിക ദർശനത്തെയോ അതിന്റെ നിലപാടുകളെയോ വിമർശിച്ചുകൊണ്ടൊരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ പല രൂപത്തിലുള്ള ആളുകളുടെയും പ്രതികരണം കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. സിനിമയായി കണ്ടാൽ പോരെ, വിഷയമൊന്നുമില്ല. എന്നാൽ നേരെ തിരിച്ച് മറ്റൊരു മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണെങ്കിൽ അതിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ പല ഘട്ടങ്ങളിലും വരാറുണ്ട്. ഇപ്പോൾ അതിന് പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന വർഗീയതയോടുകൂടി തന്നെയാണ് മമ്മൂട്ടി പുയു എന്ന് പറയുന്ന സിനിമയിൽ ഹിന്ദു വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട മത നിയമത്തെയോ അധിക്ഷേപിക്കുന്നത് എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം 50 വർഷത്തോളമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് മുസ്ലിം അല്ലാത്ത കഥാപാത്രമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രം, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. വളരെ കുറവാണ് മുസ്ലിം കഥാപാത്രമായിട്ട് അഭിനയിച്ചത് എന്നൊരു പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം എന്ന് പറഞ്ഞാൽ പ്രത്യേകപരമായിരിക്കുന്ന ലഹരി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ടും വർഗീയവാദവുമായി ബന്ധപ്പെട്ടും മതതീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ടും നികുതി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് പല ഘട്ടങ്ങളിലും മമ്മൂട്ടി എന്നൊക്കെയാണ് ഈ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞ് തള്ളിവിടുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ പല സിനിമകളിലും യഥാർത്ഥത്തിൽ മമ്മൂട്ടി കഥാപാത്രമാകുന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം പലപ്പോഴും മുസ്ലിം കഥാപാത്രമായിട്ട് വരാറുണ്ട്. അതിനൊന്നും ആർക്കും യാതൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. മട്ടാഞ്ചേരി മാഫിയായിട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംഘത്തോട് വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്നുള്ളതിനാൽ മമ്മൂട്ടി ശ്രദ്ധിക്കണം എന്ന തരത്തിലും ഇത്തരം വർഗീയത പ്രോത്സാഹിപ്പിക്കാനോ ഇത്തരം വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ആരും വെള്ളപൂശാനോ നടക്കരുത് എന്നൊക്കെയാണ് ഈ വ്യക്തി ഇങ്ങനെ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വർഗീയതയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംസ്കാരത്തോട് കൂടിയിട്ടാണ് കലാരൂപത്തെ കാണുന്നത്. അത് സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും മറ്റു കലാരൂപ ആണെങ്കിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളത്തിൽ നിന്ന് എത്രാനും നടന്മാരും നടികളും മറ്റു രാജ്യത്തേക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് ഇതേ നാടകം അഭിനയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ആശയത്തെയോ അതിന്റെ ദർശനത്തെയോ ഒക്കെ വിമർശിച്ചിട്ടുള്ള നാടകം പോലും ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് അഭിനയിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിലൊന്നും ആരും ഇടപെടാറില്ല, ഇടപെടേണ്ട ആവശ്യമില്ല. അതിനൊരു കലാരൂപമായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന രൂപത്തിൽ തന്നെയാണ് അതിന്റെ റൂട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ രീതിയിൽ അവരുടെ കേരളത്തിലുള്ള നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ വർഗീയത കളിച്ചുകൊണ്ട് 4 വോട്ടുണ്ടാക്കാൻ പറ്റും എന്നുള്ളതും അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കലാരൂപത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാര്യം എന്ന് പറയുന്നത് മുസ്ലിം വില്ലൻ കഥാപാത്രമായിട്ട് പല ഘട്ടങ്ങളിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. മുസ്ലിം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദു നായകനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും കഥാപാത്രമായിരിക്കും മുസ്ലിം വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അതിനൊന്നും യാതൊരു പരാതി. ധ്രുവ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെയാണ് വന്നത്. മമ്മൂട്ടി അഭിനയിക്കുന്നത് ഹിന്ദു കഥാപാത്രമാണ്, അതിൽ വില്ലനായി അഭിനയിക്കുന്നത് മറ്റൊരു ഹിന്ദു വിശ്വാസിയായിരിക്കുന്ന മുസ്ലിം കഥാപാത്രമാണ് എന്നുള്ളതാണ്.
ഇതൊക്കെ ആ രൂപത്തിലേ കാണേണ്ടതുള്ളൂ. അങ്ങനെ പോയിട്ട് ഇപ്പൊ കമലഹാസനായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ വേറെ വന്നിട്ടുണ്ട്. കമലഹാസന്റെ നിലപാടുകളും ശരിയല്ല, അത് വർഗീയപരമായ രീതിയിൽ ഹിന്ദു വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ വല്ലാത്ത രീതിയിൽ മുറിവേൽപ്പിക്കുന്നതാണ് എന്ന തരത്തിലൊക്കെ പറയും. അതിനോട് ചൂട്ട് പിടിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബർമാരെ പോലെയുള്ള അല്ലെങ്കിൽ ചാനലുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 50 വർഷത്തിലധികം സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വലിയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓരോരോ കഥാപാത്രം എടുത്തു നോക്കിയാൽ അതിന് വല്ലാത്ത രീതിയിൽ പ്രോത്സാഹനം നൽകേണ്ട രീതിയിലുള്ള നിലപാടുകളാണ് എന്നുള്ളത് മുസ്ലിം അല്ലാത്തവർ തന്നെ പറയുന്നത്. മുസ്ലിം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രാധാന്യം നൽകുന്ന വിഭാഗങ്ങളൊന്നുമല്ല. അത് വിശ്വാസപരമായ രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമായിട്ടുള്ള അഭിപ്രായമില്ല. പ്രത്യേകിച്ച് മുമ്പ് കാലഘട്ടം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറയുന്ന സിനിമയായിട്ട് വല്ലാത്ത രീതിയിൽ അകലം പാലിക്കുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കലാരൂപമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് ഏതെങ്കിലും മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന ദർശനങ്ങളോ കാഴ്ചപ്പാടുകളോ കളിയാക്കലോ ഉണ്ടെങ്കിൽ അതേതെങ്കിലും ഒരു മതപണ്ഡിതന്മാർ ഇടപെട്ട് സംസാരിക്കുന്നത് കേൾക്കാറില്ല. സിനിമ കണ്ടെങ്കിൽ മാത്രമല്ല അത് വിമർശിക്കേണ്ട കാര്യമുള്ളൂ, കണ്ടിട്ടില്ല പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ രീതിയിലാണ് സിനിമയുമായിട്ടുള്ള മതത്തിന്റെ കാഴ്ചപ്പാടുള്ളത്. അങ്ങനത്തെ ഒരു സിനിമാ ഫീൽഡിൽ അഭിനയിക്കുന്ന സമയത്ത് അതിലേക്ക് കൂടി വർഗീയത കുത്തിവെച്ചുകൊണ്ട് വികൃതമാക്കുന്ന ഒരു പരുവത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ മീഡിയകളൊക്കെ അധപ്പതിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് മനുഷ്യന്റെ ഒക്കെ മാനസികപരമായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇല്ലാത്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബിനാമിയായിട്ട് ആളെ നിർത്തിക്കൊണ്ടാണ് പൊയു എന്ന് പറയുന്ന സിനിമ പുറത്തിറക്കിയത് എന്നുള്ള കാര്യം കൂടി ഇതിന്റെ കൂടെ എടുത്തു പറയുകയാണ്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിനാമിയെ നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഇറക്കേണ്ട ഒരു സാമ്പത്തിക പ്രയാസ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് ലോകം വിശ്വസിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പോയിട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നു. മമ്മൂട്ടി ഇപ്പോൾ വർഗീയവാദിയാണ്. ഇനി അടുത്ത വർഗീയവാദി ആര് എന്ന ചോദ്യത്തിനും കൂടി വല്ലാതൊന്നും വൈകാതെ ഒരു പക്ഷെ ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.